അസ്സലാമു അലൈക്കും. ഞാനൊരു 2-3 മാസം മുമ്പേ ഒരു കുസൃതി ചോദ്യം ഇട്ടിരുന്നു. അതായത് നമ്മളെ കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ സംസാരിക്കുന്ന രീതി. 2 ആൾ മാത്രമേ അതിന് കമൻറ്റ് ഇട്ടിട്ടുള്ളൂ. ആ 2 ആൾ ഇട്ട കമൻറ്റും അറിയില്ല എന്നുള്ളതാണ്. അത് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം, എന്നാലേ നിങ്ങൾക്ക് അത് ഓർമ്മ വരുള്ളൂ. ചിലപ്പോൾ അത് കണ്ടങ്ങനെ വിട്ട് മറന്നിട്ടുണ്ടാവാം. എട്ടിയമ്മണി അത്തമ്മാപ്പിള സ്വർക്കായി ഉണ്ട്. മനസ്സിലായോ? എട്ടിയമ്മണി അത്തമ്മാപ്പിള സ്വർക്കായി ഉണ്ട്. അതാണ് കുസൃതി ചോദ്യമായിട്ട് ചോദിച്ചത്. അപ്പോൾ ഈ 3-4 മാസമായിട്ട് അതിനുള്ളൊരു മറുപടി ഒരു മനുഷ്യനെ അറിയുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മറുപടി അങ്ങോട്ട് പറയാമെന്ന് തോന്നി എനിക്ക്. ഏതായാലും അറിയാത്തവർക്ക് അറിയട്ടെ, അങ്ങനെ ഒരു ഭാഷ ഉണ്ട് എന്നുള്ളത്. ഈ ചട്ടിയും കലമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കുഴപ്പന്മാർ, അതുപോലെ സംസാരിക്കുന്ന ഭാഷയാണ്, അതുപോലെ ഭാഷ. അപ്പോൾ അമ്മണി മകളാണ്. പിന്നെന്താ, അമ്മയുടെ പേര് പൂവാത്തമ്മ, അതായിരുന്നു അമ്മേൻ്റെ പേര്. അപ്പോൾ ഈ ചട്ടിയും കലം കൊണ്ട് അമ്മണി പോവുകയാണ്. തലയിൽ ഒരു കൊട്ടയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, ആ കൊട്ടയിൽ ചട്ടിയും കലമൊക്കെ അടുക്കി വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ പോണോടത്ത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഒരു പാടമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വീടുണ്ട്. ആ വീട്ടിലത്തെ ആളെ പേര് അസൻ എന്നാണ്. അസൻ കാക്കാന്ന്, നമ്മളതിൽ അസൻ കാക്കാന്ന് പറയും. അവരാണെങ്കിൽ അസമ്മാപ്പിള എന്ന് പറയും. അപ്പോൾ ഈ മകള് ചട്ടിയും കലമൊക്കെ എടുത്ത് ഇറങ്ങി റോട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് കുട്ടികൾ ഇങ്ങനെ അതിൻ്റെ അടുത്ത് കൂടെ പോവുകയാണ്. കുളിക്കാൻ പോകുക, തോട്ടിലേക്ക് കുളിച്ചാൻ പോണ വഴിയാണ്. അപ്പോൾ ഈ അമ്മണി ചേച്ചിയും ഈ അമ്മയും ഞങ്ങളൊക്കെ ആയിട്ട് നല്ല കൂട്ടന്നെ. അവരടുത്ത് വർത്താനം പറയും, ചിരിച്ചും കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെ ഭാഷകൾ കുറച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഭാഷ മാത്രം ഞങ്ങൾക്ക് അങ്ങനെ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഇത് കുറച്ച് കിട്ടി, പക്ഷെ കുറച്ചറിയണില്ല. അപ്പോൾ അമ്മണി ചേച്ചീൻ്റെ അടുത്ത് പോയി തടഞ്ഞു നിർത്തിയിട്ട് അമ്മണി ചേച്ചീനോട് ചോദിച്ചു, അല്ല അമ്മണി ചേച്ചി, അമ്മ ഇപ്പം എന്താ നിങ്ങളോട് വിളിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മണി ചേച്ചി പറഞ്ഞു, പാടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അസമ്മാപ്പളുടെ വീട്ടിൽ ചുരങ്ങുണ്ട്, നീ വരുമ്പോൾ അതും എടുത്തിട്ട് പാടിയെന്നാണ് പറഞ്ഞത് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയുമെന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഏട്ടിയമ്മണി എന്ന് പറഞ്ഞാൽ എടിയമ്മണി എന്നാണ്. ഏട്ടിയമ്മണി അസമ്മാപ്പിള സ്വർക്കായി ഉണ്ടി. അതായത് എടിയമ്മണി അസമ്മാപ്പിളുടെ വീട്ടിൽ ചുരങ്ങുണ്ട്, ഇതാണ് പറഞ്ഞതിൻ്റെ സാരം. പക്ഷെ നമുക്കത് കേൾക്കുമ്പോൾ, ഇത് കേൾക്കാത്തവർ കേൾക്കുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നും. അതാണ് ഏട്ടിയമ്മണി അത്തമ്മാപ്പിള സ്വർക്കായി ഉണ്ടി. പിന്നെ മലയാളത്തിൽ പറഞ്ഞാൽ എടി അമ്മണി അസമ്മാപ്പളുടെ വീട്ടിൽ ചരങ്ങിയുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. മകൾ തിരിച്ച് വരുമ്പോൾ അത് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, അസമ്മാപ്പളുടെ വീട്ടിൽ ചരങ്ങയുണ്ട്, തിരിച്ച് വരുമ്പോൾ നോക്കിക്കോ എന്ന്. അപ്പോൾ അർത്ഥം കിട്ടിയില്ലേ? ഇതിനിപ്പോൾ എന്നപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാമെന്നറിയില്ല, കാരണം 2-3 ദിവസം കല്യാണം അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം. ഏതായാലും എല്ലാവർക്കും സുഖം കരുതണം. എന്നോട് സുഖമാണോ എന്ന് ആരും ചോദിച്ചല്ലോ കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ട് ചോദിച്ചാൽ ശരി എന്നാ.